ഇപ്പൊ ആലുവയിൽ നമുക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി അപ്പം ഹാഷ്മി ഓവർ ടു യു. ഇവിടെ നമ്മള് തൃശ്ശൂരിൽ അടിച്ചു പൊളിക്കാൻ വന്ന ഹാഷ്മി, താങ്കളെ വിളിക്കാദ്യം. ഓക്കെ, ഓവർ ടു യു. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ എല്ലാം പൂർത്തിയായി. സ്ഥാനാർത്ഥികൾ ഒക്കെ പിൻവലിച്ച് ഒക്കെ സെറ്റായി. കൃത്യം സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞ ദിവസമാണ് ഇന്നലെ. അപ്പൊ ഇനിയിപ്പോ ഇന്നേക്ക് 14-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. ഇനി പരസ്യ പ്രചാരണത്തിൽ കൃത്യം 10 ദിവസമൊക്കെ മാത്രമേ പരമാവധി കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളിൽപ്പെട്ട് കേരള രാഷ്ട്രീയം അങ്ങനെ ഇളകി മറിയുന്ന ദിവസങ്ങളാണ് നമ്മളുള്ളത്. ഇപ്പോഴും ഡീൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഡീൽ എന്ന് പറഞ്ഞ ആരോപണമൊക്കെ ജനത്തിന് വല്ല താല്പര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുള്ള ആരോപണമാണോ എന്നറിയില്ല. നമ്മൾ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവ എന്ന് പറഞ്ഞാൽ UDF-ന്റെ കോട്ട എന്ന് പറയുമ്പോൾ പോലും ഇക്കുറി ആരിഫ് അലി ഇറക്കൊണ്ട കോട്ട മറയ്ക്കാനാണ് LDF-ന്റെ പ്ലാൻ. നമ്മൾ നിൽക്കുന്നത് ആലുവ മാർക്കറ്റിലാണ്. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആലുവയിൽ വളരെ സജീവമായ ഒരു സ്ഥലം കൂടിയാണ് ആലുവ മാർക്കറ്റ്. ഇവിടെ ഹോൾസെയിൽ, റീറ്റെയിൽ ഒക്കെ ഉണ്ട്. എന്തുണ്ട് ഇലക്ഷൻ എന്തായി? എന്താവും? ഇവിടെ വില എങ്ങനെയാ? വില കിतना പൈസ? 20 കിലോ 20. ഓക്കെ, അവൻ അസം സ്വദേശിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങൾ 10 ദിവസങ്ങൾക്കുള്ളിൽ ഇനി ഒരുപാട് വിഷയങ്ങൾ വന്ന് അറിയാനുണ്ട്. ഇന്നലെ ശബരിമലയിൽ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ UDF ഭരണസമിതിക്ക് പ്രശ്നമില്ല എന്നൊരു കോടതി ഉത്തരവുണ്ടായി. അതിന്റെ പിന്നാലെ ശബരിമല വീണ്ടും ചർച്ചയിലേക്ക് വരുമോ, വളരെ സജീവമായ ചർച്ചയിലേക്ക് വരുമോ എന്ന് ആര് പറഞ്ഞു? ചേച്ചി എന്തുണ്ട്? പച്ചക്കറി മേടിക്കാൻ വന്ന എന്തൊക്കെ മേടിച്ചു? പാവയ്ക്ക, ഉള്ളി, പിന്നെ ബീൻസ്, ക്യാരറ്റ്, അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ മേടിച്ചു. വിലയൊക്കെ വില ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇലക്ഷൻ വരുമോ? ആർക്കാ വോട്ട് ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. മനസ്സിലൊരു പാർട്ടിയുള്ള ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. ഏതാ പാർട്ടി? അത് പറയില്ല. ഓക്കെ, അപ്പൊ ഓക്കെ. പയറാണോ മേടിച്ചോട്ട് പോവാ? ചേട്ടാ നമസ്കാരം. എന്തുണ്ട്? നല്ല വിശേഷം. ലോട്ടറിക്ക് പ്രൈസ് ഇല്ലെന്ന് മാത്രമേ സാറേ. കേട്ടില്ല? പ്രൈസ് ഇല്ലെന്ന് മാത്രമേ. പ്രൈസ് കൊടുക്കുന്നില്ല. അതാ കാര്യം? അതെന്താ കാര്യം? അപ്പൊ അതാണ് ആൾക്കാർ എടുക്കാൻ ആള് പ്രായം 10 കൊടുത്തിട്ട് 10 കൊടുത്തിട്ട് ഒരു പ്രൈസ് ഇല്ലെങ്കിൽ ആള് ബുദ്ധിമുട്ടല്ലേ, വാങ്ങിക്കില്ല. ഇതുകൊണ്ട് ജീവിക്കണം ദൂരം പേരുണ്ടെന്ന് അറിയാമോ? അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആലുവ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്. അപ്പോ ഇനി ഒരുപാട് വിഷയങ്ങൾ വരാനിരിക്കുന്നു, ഒരുപാട് വാക്പോരുകൾ വരാനിരിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രി VD സതീശൻ നേർക്കുന്ന വാക്പോരാണെങ്കിൽ അതിന് തുടർച്ച ഉണ്ടാകാൻ പോകുന്നു. ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതിലൊക്കെ പ്രധാനം നമുക്ക് ആകെ പറയാനുള്ളത് ഇപ്പോഴും ഈ ഡീൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കാതെ ഇനി 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജനത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ആ ചർച്ച മാറും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നോക്കാം. എന്തായാലും അങ്ങനെ കേരള രാഷ്ട്രീയം എരിപൊരി കൊണ്ട് അവസാന ദിവസങ്ങളിൽ കട്ട പോരാട്ടത്തിലേക്ക് പോകാമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.